ഹരി ഓം ശിവായ നമ അഗസ്തീശ്വര. ഇന്ന് പറയാൻ പോകുന്നത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ ഒരു ചെറിയ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല കാര്യമാണ്, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ, അറിയാമല്ലോ. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കടവും സാമ്പത്തിക പ്രതിസന്ധികളും കടവും വരെ തീരാൻ വേണ്ടി അത് ഉപകരിക്കും. ലളിതമായ നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ, നിങ്ങളത് ചെയ്തു നോക്കുക. ഇത് എന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ചെയ്തു കഴിഞ്ഞൊരു മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഇപ്പം നമ്മുടെ ആരെങ്കിലുമൊക്കെ ക്രിട്ടിക്കലായിട്ട് ICUവിൽ കിടക്കുകയാണ്. അപ്പം നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്കെന്താ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ച നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ ICU ഇപ്പം കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച ഞാൻ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത് നല്ല ഒരു പറയാറായിട്ടില്ലെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഭഗവാന്റെ നമുക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും പ്രയോജനം ചെയ്യും. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതുപോലെ ഒരു ICUവിലൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. നമ്മൾക്ക് ഇപ്പം ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നെ നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ചില നല്ല കാര്യങ്ങൾ. പിന്നെ അവസാനം ഒരു 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. പെട്ടെന്ന് സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാകാനുള്ള 2 കാര്യങ്ങൾ. അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്ത, ഒരുപാട് ആളുകൾക്ക് റിപ്പീറ്റായിട്ട് ആവർത്തിച്ച് പ്രയോജനം ചെയ്ത 2 കാര്യങ്ങളാണ് നമുക്ക് സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് ആളുകൾക്ക് കൂടുതലായിട്ട് പ്രയോജനം ചെയ്ത 2 കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യമാണ്. അത് അവസാനം ആയിരിക്കും മിക്കവാറും പറയുന്നത്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാതെ പോകരുത്. അതിനുവേണ്ടിയാണ് ആദ്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരിക്കലും ലോകത്ത് തന്നെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അപ്പം വിചാരിക്കും അതെന്തുവാ അങ്ങനെയെന്ന് വിചാരിക്കും. എൻ്റെ ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം എന്നൊരു യോഗ വിദ്യ ഞാൻ സ്വീകരിച്ചു. പക്ഷേ ഇപ്പം ഞാൻ ശിവവിദ്യയാണ് കൂടുതലും ചെയ്യുന്നത്. എൻ്റെ മനസ്സും എൻ്റെ ജീവിതവും എല്ലാം ഈശ്വരനേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഞാൻ നടന്നു വന്ന വഴികൾ, ഞാൻ ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഈശ്വരനിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ, അത് ഏറ്റവും സത്യസന്ധമായിട്ട് പ്രാർത്ഥനയോടുകൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ മനസ്സിലല്ല വേറെ ഒന്നുമില്ല. ലോക നന്മ ആഗ്രഹിച്ചു മാത്രം ആണ് ഈ പറയുന്നത്. അല്ല എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. ചുമ്മാ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും ഒരുപാട് വ്യൂസ് വരും. പറയുന്നവനും അറിയാം, കേൾക്കുന്നവനും അറിയാം, പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകത്തില്ലത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വ്യൂസ് വരും. പക്ഷേ നമ്മൾ സത്യമുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. അത് കാണാതെ പോയാൽ 100%, ഞാൻ 100% എൻ്റെ ഓരോ പരമാണുവിലും ഉറച്ച മനസ്സോട് പറയാണ്, നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. കാണാതെ പോകുന്നവർക്ക് മാത്രമാണ് നഷ്ടം, അല്ല വേറെ ആർക്കും നഷ്ടമില്ല. ഞാൻ എപ്പോഴും ഭഗവാനെ ചിന്തിച്ചിരിക്കുന്ന ആളാണ്. ആ ഭഗവാന്റെ വിദ്യ ചെയ്യുന്ന ആളാണ്. എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം, അല്ല വേറെ ആർക്കുമില്ല. അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ഇനിയും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാ ജ്യോതിഷം, ഗ്രഹനില, ഇതൊക്കെ വിശകലനം ചെയ്യുക. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ കേൾക്കുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും നന്മ ഉണ്ടാകുന്ന മാത്രം കാര്യങ്ങളും. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുന്ന രീതി ഞാൻ പറയും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ചെയ്താലും സന്തോഷം, ചെയ്തില്ലെങ്കിലും അതിലും സന്തോഷം. കാരണം സമയമില്ല. ചെയ്യുന്ന നന്നായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം അറിയണം, അത്യാവശ്യമാണ്. ഇത് മുൻഗണനാക്രമത്തിലായിരിക്കും ഞാൻ മെസ്സേജ് ചെയ്യുന്നത്. എന്നിട്ട് വർക്ക് എടുത്തായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് ചെറിയൊരു ഫീസ്, വളരെ തുച്ഛമായൊരു ഫീസ് പറയും. കാരണം ഒരു തവണ ഒരാളുടെ നോക്കത്തുള്ളൂ ജീവിതത്തിൽ. ഞാൻ ചെയ്യുന്നതിലും വളരെ തുച്ഛമായൊരു ഫീസ് ഞാൻ പറയത്തുള്ളൂ. അത് ജീവിതത്തിൽ ഒരാളുടെ ഒരു തവണ നോക്കത്തുള്ളൂ. എന്നാലാകുന്ന ഏറ്റവും ഇതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഉള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ഇനിയും നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം അറിയണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കി ഒരു വോയിസായിട്ട് എനിക്ക് വാട്സപ്പ് ഇടുക. എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളായിരിക്കണം. ഒരുത്തനോട്ട് പാര വെക്കുന്ന കാര്യമോ ഒരുത്തൻ്റെ ബിസിനസ് ആക്കുന്ന കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. അടിസ്ഥാനമില്ലാത്ത
ഒരു തെറ്റായ ഒരു കാര്യം എന്നോട് ചോദിക്കരുത്. അതിനൊന്നും എൻ്റെ കയ്യിൽ മറുപടിയില്ല, ഞാൻ പറയാറുമില്ല. നിങ്ങൾക്ക് ന്യായമായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും അത് ന്യായമായ കാര്യം. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ അങ്ങനെയുള്ള ഏത് കാര്യവും അത്യാവശ്യ കാര്യം വാട്സപ്പിൽ ചോദിക്കുക. വളരെ ചുരുക്കി ഒരു വോയിസ് ആയിട്ട് ഇടുക, വലിയ കഥയായിട്ട് ഇടരുത്. അത് നോക്കാൻ എനിക്ക് സമയമില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചെറിയൊരു വോയിസ് ആയിട്ട് ഇട്ടാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്ന ഒരു നല്ല കാര്യം പറഞ്ഞു തന്നിരിക്കും. അതെല്ലാം ഇപ്പം ഈ പറയുന്ന ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അതും പറഞ്ഞു തരുന്നത്. വിശകലനം ചെയ്യുന്ന ആ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറയുന്നത്. അല്ല, ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, ആ പ്രാർത്ഥനയോട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിഷയത്തിലേക്ക് വരികയാണ്. അതായത് നമ്മൾ വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് വീട്ടിലേക്ക് കയറുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുമായ വാതിൽ, മനസ്സിലായല്ലോ? പ്രധാന വാതിൽ. ആ പ്രധാന വാതിലിന് മുന്നിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഇച്ചിരി കല്ലുപ്പ് എടുക്കുക. എന്നിട്ട് കല്ലുപ്പ് തന്നെ വേണം. എന്നിട്ടൊരു അല്പം വെള്ളത്തിനകത്ത് കല്ലുപ്പ് ഇട്ടിട്ട് നിങ്ങൾ ഒരു തോർത്തുകൊണ്ടോ വല്ലോ ആ പ്രധാന വാതിലിന് മുൻഭാഗം ഒന്ന് തുടയ്ക്കുക. വൃത്തിയായിട്ട് തുടയ്ക്കണം. എന്ന് വെച്ചാൽ ആരും തെന്നിയൊന്നും വീടരുത്, നല്ല രീതിയിൽ തുടയ്ക്കുക. ഇത് വെള്ളിയാഴ്ച രാവിലെ ചെയ്യണം, പൗർണമി ദിവസം രാവിലെ ചെയ്യണം. ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മാസം സാധാരണ 4 വെള്ളിയാഴ്ച ഉണ്ടാവുള്ളൂ. ഈ 4 വെള്ളിയാഴ്ച രാവിലെ ചെയ്യണം. പിന്നെ പൗർണമി ദിവസം വെളുത്തുവാവിന് അന്ന് രാവിലെയും ചെയ്യണം. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്യുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രം പോരാ. ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ കൈയും കാലും ഒന്ന് മുഖം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാനീ പറയുന്ന മന്ത്രം ഒരു 3 തവണ ജപിക്കണം. 3 തവണ. അപ്പം 3 തവണ ജപിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം. ഒരു തവണ ജപിക്കുമ്പോൾ നമ്മുടെ സ്ഥൂല ശരീരത്തിന് വേണ്ടി, സ്ഥൂല ശരീരം എന്താ? ഈ കാണുന്ന ശരീരം, പിടിക്കുന്ന ശരീരം അല്ലേ? ആ നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഭവിക്കുന്ന എൻ്റെ കൈയൊക്കെ എനിക്ക് പിടിക്കുക, അത് പിടിക്കാൻ പറ്റുന്നു ശരീരം, എനിക്ക് തൊടാൻ പറ്റുന്ന എൻ്റെ ശരീരം, സ്ഥൂല ശരീരം. ആ ശരീരത്തിന് വേണ്ടി. രണ്ടാമത് തവണ ജപിക്കുന്ന എൻ്റെ സൂക്ഷ്മ ശരീരം, എൻ്റെ ഉള്ളിൽ ആ ഊർജ്ജമായൊരു ബോധമുണ്ട്, അതിനുവേണ്ടി. മൂന്നാമത്തെ പ്രാവശ്യം ജപിക്കുന്നത് എനിക്ക് ചുറ്റുമുള്ള ആ പ്രപഞ്ചം, ആ ലോകം എല്ലാം എനിക്ക് അനുകൂലമായിട്ട് വരുന്നത്. നമ്മൾക്കുള്ളിൽ മാറ്റം ഉണ്ടാകുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളോട് അനുകൂലമാകുമ്പോഴേ നമ്മുടെ ജീവിതം മാറുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അതാണ് 3 തവണയുടെ രഹസ്യം. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മന്ത്രമാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ ജപിക്കാം. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുക്കാം. എന്നിട്ട് അവിടെ നോക്കിയിട്ട് ജപിക്കുക. അപ്പോൾ ഈ മന്ത്രം ഞാൻ ഒന്ന് ജപിക്കാം. ഓം ഹ്രീം ഹായ, കേട്ടോ? ഒന്നുകൂടെ പറയാം. ഒരു ഹ്രീമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. കാ ജപിക്കരുത്, ഹായ, ഹ്രീം. ഓം ഹ്രീം യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷ്യ സ്വാഹ. ഈ മന്ത്രം നിങ്ങൾ 3 തവണ കൈയും കാലും മുഖം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ജപിക്കണം. ഈ ഉപ്പ് കൊണ്ട് പ്രധാന വാതിലിന് മുൻഭാഗം അല്പം ഭാഗം മതി ഒന്ന് തുടച്ച ശേഷം വീട്ടിൽ എല്ലാവർക്കും ജപിക്കാം. കിഴക്കോട്ട് തിരിഞ്ഞ് വന്ന് കൈയും കാലും മുഖം നനച്ചിട്ട് ഈ മന്ത്രം ജപിക്കണം. വിശേഷ ഫലമാണ്. ഇത് വെള്ളിയാഴ്ചകൾ രാവിലെയും പൗർണമി ദിവസവും രാവിലെയും ചെയ്യുക. പിന്നെ ദിവസവും ഇത് കൂടാതെ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും വിളക്കെ തൊട്ട് ജപിക്കാം, കർപ്പൂരത്തെ തൊട്ട് ജപിക്കാം. അത് ദിവസവും ചെയ്തു കൊടുക്കുക. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഈ മന്ത്രത്തിൻ്റെ പേരാണ് സ്വയംവര മന്ത്രം. അപ്പം ഈ മന്ത്രം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് കല്യാണം നടക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. കല്യാണം നടക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതിന് മാത്രമല്ല. ഈ മന്ത്രം സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും കടബാധ്യതകൾ മാറാനും സർവ്വവൈശ്യമുണ്ടാകാനും നമുക്ക് സംരക്ഷണം ഉണ്ടാകാനും അതുപോലെ ദുർശക്തികളിൽ നിന്ന് നമുക്ക് രക്ഷ ഉണ്ടാകാനും, എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഏതൊരു ശക്തികളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഉണ്ടാകാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനും നമ്മളുടെ കർമ്മദോഷങ്ങൾ ശാപദോഷങ്ങളെ ഇല്ലാതാക്കാനും ഈ മന്ത്രത്തിന് ശക്തിയുണ്ട്. അതെന്താണ് ഈ മന്ത്രത്തിന് അങ്ങനെ ശക്തി ഉണ്ടെന്ന് പറയുന്നത്? മന്ത്രം ശ്രദ്ധിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓം ഹ്രീം. ഓം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ പരബ്രഹ്മമാണ്. ഹ്രീം ശക്തി ബീജം, അതിനകത്തെല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ പല രഹസ്യങ്ങളും പല വീടുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബീജരഹസ്യങ്ങൾ. യോഗിനി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയാണ്. പാർവതി ദേവിയുടെ ആ യോഗിനിയായിട്ടുള്ള അവസ്ഥ, ഒരു യോഗാവസ്ഥയിൽ അല്ലെ യോഗിനിയായിട്ടുള്ള ഒരു അവസ്ഥയെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു യോഗശക്തിയിൽ അല്ലെ ആ ഇരിക്കുന്ന അവസ്ഥയിൽ
ആ യോഗശക്തിയിൽ നടത്താൻ പറ്റാത്തതായിട്ട് ലോകത്തിലൊന്നുമില്ല. ആ യോഗിനിയായിട്ടിരിക്കുന്ന ആ ഒരു ഭാവം, യോഗിനിയെ നമ്മൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ യോഗിനി തന്നെയാണ്. അപ്പോൾ അമ്മയ്ക്ക് നടത്താൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഒരു കാര്യവുമില്ല. അങ്ങനെ നമ്മൾ യോഗിനി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ ആ 2 പ്രാവശ്യം നമ്മൾ ആ വാഗൊണ്ടാണ് ജപിക്കുന്നത് കേട്ടോ, മനസ്സിലല്ല. അപ്പോൾ ആ ശബ്ദം മുഴങ്ങുകയാണ്, യോഗിനി. അപ്പോൾ ഡബിൾ എഫക്റ്റാണ് ഉണ്ടാകുന്നത്. യോഗേശ്വരി വീണ്ടും ജപിക്കുന്നു. യോഗേശ്വരി അതായത് യോഗാവസ്ഥയിലുള്ള പരമേശ്വരി തന്നെയാണ്. അപ്പം ആ അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. കാരണം യോഗേശ്വരിയാണ്, യോഗേശ്വരിയായ ആ യോഗാവസ്ഥയിലിരിക്കുന്ന പരമേശ്വരിയാണ്. അപ്പോൾ അത് 2 പ്രാവശ്യം പറയുന്നു, യോഗേശ്വരി. അടുത്ത വാക്ക് വരുന്നത് യോഗ ഭയങ്കരി ഉദ്ദേശിക്കുന്ന ആ അപാരമായ ശക്തിയെയും കാരുണ്യത്തെയുമാണ്. എന്താണ്? അപാരമായ ശക്തിയെയും കാരുണ്യത്തെയും അപാരമായി നമുക്ക് തരുന്ന അനുഗ്രഹത്തെയും കൂടാണ് യോഗ ഭയങ്കരി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? അവിടെ അതാണ് അമ്മയുടെ അപാരമായ ശക്തിയും നമ്മളോടുള്ള അപാരമായ കരുണയും നമുക്ക് അപാരമായ അനുഗ്രഹങ്ങൾ തരാനുള്ള അമ്മയുടെ കഴിവിനെയുമാണ് യോഗ ഭയങ്കരി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താ? സകല സ്ഥാവര ജംഗമസ്യ, എല്ലാ വസ്തുക്കളും, എല്ലാം മുഖഹൃദയം എല്ലാം മമ വശം ആകർഷ്യ എല്ലാം എൻ്റെ വശമായി തീരട്ടെ. അതായത് എല്ലാം എനിക്ക് അനുകൂലമായി തീരട്ടെ. ആരുടെ? അമ്മയുടെ അനുഗ്രഹത്താൽ, അമ്മയുടെ കൃപയാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് സാധ്യമാകട്ടെ എന്നുള്ളതാണ്, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂക്ഷ്മാർത്ഥം. അപ്പം ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രം തന്നെയാണ്. ഈ മന്ത്രം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാം. ഈ മന്ത്രം ജപിക്കുന്നവന് മറ്റു മന്ത്രങ്ങൾ എന്തു ജപിച്ചാലും ഈ മന്ത്രം കൂടെ ജപിച്ചാൽ അവന് അപാരമായ പരമേശ്വരിയുടെ കൃപയുണ്ടാകും. പരമേശ്വരിയുടെ കൃപ ഉണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറം യാതൊന്നുമില്ല. കാരണം പരമേശ്വരിയുടെ കൃപയുണ്ടെങ്കിൽ അതിനപ്പുറം യാതൊന്നുമില്ല. പരമേശ്വരിയുടെ പാദങ്ങളെ ആര് സ്മരിക്കുന്നു, അമ്മയെ ആര് ഭക്തിയോടെ വണങ്ങുന്നുവോ അവന് ലഭിക്കാൻ പറ്റാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല എന്നറിയുക. അതാണ് പരമേശ്വരിയുടെ ശക്തി. അപ്പം അത് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. അറിയത്തില്ലേ? അറിയണം. പിന്നെ പലർക്കും അറിയായിരിക്കും, അല്ലെ അറിയത്തില്ലേ? അറിയണം. ഇങ്ങനെ അറിയണം, ഈ മന്ത്രത്തെ ഇങ്ങനെ അറിയണം, ഇങ്ങനെ ജപിക്കണം, ഇങ്ങനെ ചിന്തിക്കണം. അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്, അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്കിതൊക്കെ ഈ മന്ത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിലൊന്നുമല്ല കാര്യം. അതിനെ അറിയേണ്ട രീതി അറിയണം, ചെയ്യേണ്ട രീതി ചെയ്യണം, അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആ വീട്ടിലേക്ക് ഇത് എവിടെ ഇരുന്നും ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. തീരാക്കടങ്ങളൊക്കെ തീരാനും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. ഇനി ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെ ദേവീ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പോയി അമ്മയ്ക്ക് കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഒരു നന്ദി, അമ്മയോടുള്ളൊരു നന്ദി, നമുക്ക് അനുഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മൾ അതുകൂടെ ചെയ്യണം. അതും സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. രാവിലെ എപ്പോൾ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താലും ഓർത്തോളുക, രാവിലെ ഒരു 6-നും 6:30-ക്കും ഇടയിലാണ്. വിശേഷ ഫലമാണ് കേട്ടോ. അത് ആവശ്യമുള്ളവർ ചെയ്യുക, ഇനിയിപ്പോൾ അത്ര ആവശ്യമില്ലാത്തവർ ആ രീതി ചെയ്യുക. വിശേഷ ഫലമാണ് ഈ 6-നും 6:30-ക്കും ഇടയിലുള്ള സമയം. ആ സമയത്ത് വിശേഷ ഫലം എന്ന് പറയാൻ കാര്യം എന്താണ്? സൂര്യോദയം ശരാശരി ഒരു 6:30 ആയിരിക്കും. ആ സൂര്യോദയത്തിനും അടുത്തുള്ള സമയം എന്ന് പറഞ്ഞാൽ ബഹുവിശേഷമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കിട്ടാനും നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഒരു ഉണർവുണ്ടാകുന്ന സമയവും പ്രപഞ്ചം ഒരു ഉണർവുണ്ടാകുന്ന സമയവും ആ പ്രപഞ്ചത്തിൽ മുഴുവൻ ആ ഒരു ഉണർവ് കാണും. പ്രപഞ്ചബോധത്തിൽ മുഴുവൻ ആ ഒരു ഉണർവ് കാണും. ബഹുവിശേഷമാണ്. ആ സമയത്ത് മന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ അതിവിശേഷമാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഓരോന്നിനും ഓരോ കാരണമുണ്ട്, അല്ല ചുമ്മാ ഒരു കാര്യങ്ങളല്ല. ശരിയായിട്ടൊരു കാര്യം മനസ്സിലാക്കി ചെയ്യുമ്പോഴേ ആ ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. ഇനിയും പറയാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ ആരെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരാൾ ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുമ്പം എനിക്ക് എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മ അല്ലെ എൻ്റെ അങ്ങനെ വീട്ടുകാർ കിടക്കുന്ന അതേ ഫീല് തന്നെയാണ്, വിഷമം തന്നെ എനിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറഞ്ഞു തരുന്നത് മനസ്സിലായല്ലോ. അപ്പം ഒരാൾ ഇപ്പം മറ്റൊരാൾ വിഷമിക്കുന്നത്
ഞാൻ എൻ്റെ ഇപ്പം അച്ഛനും അമ്മയും ആശുപത്രി ഇതുപോലെ കിടക്കുമ്പോൾ ഞാൻ എന്ത് വിഷമിക്കുന്നു അതുപോലെയാണ് മറ്റുള്ളവരും വിഷമിക്കുന്നത്. ആ ചിന്തയിലാണ് ഈ പറഞ്ഞു തരുന്നത്. ആർക്കും അവരുടെ വിഷമങ്ങൾ മാറണം എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ നമ്മുടെ ഒരാൾ വേണ്ടപ്പെട്ട ആരും ആയിക്കോട്ടെ, വേണ്ടപ്പെട്ട ആരെങ്കിലും ICUവിൽ സീരിയസ് ആയിട്ട് കിടക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രധാനമായിട്ട് അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇത് നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ ചെയ്യാവുന്ന ബെറ്റർ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് ഈശ്വരനോട് വിളിക്കാമല്ലോ, പ്രാർത്ഥിക്കാമല്ലോ. ആ നിലയിൽ ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. എന്താണെന്നറിയോ, ഞാൻ ഒരാൾക്ക് വേണ്ടി ഇന്നലെ ചെയ്തു. അപ്പോൾ ഒരു 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 ചെറിയ മാറ്റം ഉണ്ടെന്ന് പറയുന്നു. എന്നാലും ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടില്ല, എൻ്റെ ഒരു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി. അപ്പോൾ ആ ഒരു വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് തിങ്കളാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന, കൂളത്തിലർച്ചന, ഒരു കൂടി ഭസ്മം ചെയ്യുക. ചൊവ്വാഴ്ച രാവിലെ ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂളത്തിലർച്ചന, ഭസ്മം. ചൊവ്വാഴ്ച വൈകിട്ട് ജലധാര, മൃത്യുഞ്ജയാർച്ചന, ഭസ്മം. ബുധനാഴ്ച രാവിലെ ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂളത്തിലർച്ചന, ഭസ്മം. ബുധനാഴ്ച വൈകിട്ട് മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂടി ഭസ്മം. വ്യാഴാഴ്ച രാവിലെ എല്ലാം ജലധാരയും കൂടെ ചെയ്യണം. മൃത്യുഞ്ജയാർച്ചനയും കൂവളത്തിലർച്ചനയും ഒരു കൂടി ഭസ്മം. അതിൻ്റെ കൂടെ രാവിലെ ജലധാര, വൈകിട്ടാണെങ്കിൽ ജലധാര ഇല്ലാതെ മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഭസ്മം. ഇങ്ങനെ തിങ്കൾ മുതൽ ഞായർ വരെ ചെയ്യുക. പിന്നെ മനസ്സിലായി. ഞാൻ ഓൾറെഡി അതിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടെന്ന് അറിയുന്നത്. ഇനിയിപ്പം പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല എങ്കിലും എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം ബെറ്റർ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്ത ഇത് നേരത്തെ ഇത് പലയിടത്തും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കാര്യം. അപ്പം ഇങ്ങനെ ഒരു ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ചെയ്യാവുന്ന കാര്യം, ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കുളി കഴിഞ്ഞ ഉടൻ കൈയും കാലും മുഖവും നനച്ചിട്ട് കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആരാണോ അത്യാസന്ന നിലയിൽ അല്ല ക്രിട്ടിക്കലായിട്ട് ICU കിടക്കുന്നത് അവർക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിനോടൊപ്പം നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ കൈയും കാലും മുഖവും നനച്ചിട്ട് ആ വ്യക്തിയുടെ പാദങ്ങൾ ചിന്തിച്ച് ഓം എന്ന് ജപിക്കുക. പാദം മുതൽ മുട്ട് വരെയുള്ള ഭാഗം ചിന്തിച്ച് നാ എന്ന് ജപിക്കുക. മുട്ട് മുതൽ അരക്കെട്ടിൻ്റെ താഴെ വരെയുള്ള ഭാഗം ചിന്തിച്ച് മോ എന്ന് ജപിക്കുക. അരക്കെട്ടിൻ്റെ അവിടെ മുതൽ നെഞ്ചിൻ്റെ താഴം വരെയുള്ള ഭാഗം ചിന്തിച്ച് നാ എന്ന് ജപിക്കുക. നെഞ്ചിൻ്റെ അവിടെ മുതൽ കഴുത്തിൻ്റെ താഴെ വരെയുള്ള ഭാഗം ചിന്തിച്ച് രാ എന്ന് ജപിക്കുക. കഴുത്ത് മുഴുവൻ ചിന്തിച്ച് യാ എന്ന് ജപിക്കുക. മുഖം ചിന്തിച്ച് നാ എന്ന് ജപിക്കുക. ഉച്ച ചിന്തിച്ച് യാ എന്ന് ജപിക്കുക. ഓം നമോ നാരായണായ ഇങ്ങനെ ജപിക്കണം. മാത്രമല്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ജപിക്കുക. അത് അവർക്കൊരു അനുഗ്രഹമായിരിക്കും, ഒരു സംരക്ഷണവും, ഭഗവാന്റെ ഒരു സംരക്ഷണമാണ്. നമുക്ക് പറ്റുന്നതല്ലേ ഉള്ളൂ. പിന്നെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കുക, അതേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം ഒരുപാട് അനുഭവമുള്ളൊരു കാര്യം കേട്ടോ. ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് ICU കിടക്കുമ്പോഴൊക്കെ, അതായത് പായിപ്പാട് പുത്തങ്കാവിൽ അമ്പലം, പുത്തങ്കാവ് ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ ഓഫീസിൽ ചങ്ങനാശ്ശേരി 4 കോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള പായിപ്പാട് പുത്തങ്കാവിൽ അമ്പലമുണ്ട്. അവിടെ തിരുമേനി നല്ല പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്യുന്നത്. എനിക്ക് പല അനുഭവമുണ്ട്. അത് ഞാൻ വേറെ ആർക്കും പറഞ്ഞു കൊടുത്ത് അവർക്കും അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടി ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. അത് തിരുമേനി ചെയ്യുന്നുണ്ട്. അല്ലാതെ എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. അതായത് സർവ്വരോഗ ശമന സൂക്തം കൊണ്ട് എണ്ണാഭിഷേകം ചെയ്യണം ഭദ്രകാളിക്ക് രാവിലെ 7 ദിവസം അടുപ്പിച്ച്. അപ്പോൾ ഈ ചില ക്ഷേത്രത്തിൽ ചെന്നിട്ട് ചോദിക്കുക, സർവ്വരോഗ ശമന സൂക്തം കൊണ്ട് എണ്ണാഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഇല്ലെന്ന് പറയും. സത്യം പറഞ്ഞാൽ എണ്ണാഭിഷേകം ഇവർ ചെയ്യുന്ന കാര്യം തന്നെയാണ്. രാവിലെ ഭദ്രകാളിയമ്മ അല്ലെ ആ ദേവതയെ ഈ തേച്ച് കുളിപ്പിക്കുമ്പോൾ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ആ സമയത്ത് ഈ സർവ്വരോഗ ശമന സൂക്ത മന്ത്രം കൊണ്ട് ജപിച്ച് അഭിഷേകം ചെയ്യുന്നതിനെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലരും ഇല്ലെന്ന് പറയും. ഒരു പക്ഷേ അവർക്ക് അത് ചെയ്യുന്ന കാര്യം പക്ഷേ അവർക്ക് അതറിയത്തില്ലായിരിക്കും. പക്ഷെ എന്തായാലും കൊള്ളാം. നമ്മുടെ ഈ പായിപ്പാട് പുത്തങ്കാവിലെ തിരുമേനി അത് വളരെ ഭക്തിയോടെ ശരിയായിട്ട് പ്രാർത്ഥനയോടെ അദ്ദേഹം ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് ഞാൻ ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആൾ ICU കിടക്കുന്നുണ്ട് അവർക്ക് വേണ്ടി. അപ്പോൾ അവർക്ക് ചെറിയ മാറ്റം ഉണ്ടെന്ന് പറയുന്ന സന്തോഷം. എന്നാലും ക്രിട്ടിക്കൽ അവസ്ഥ തരണം ചെയ്തിട്ടില്ല. അമ്മയോട് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലാണ്. പിന്നെ ബെറ്റർ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പം അത് 7 ദിവസത്തേക്ക്. അപ്പോൾ തിരുമേനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരുമേനി അത് നന്നായിട്ട് ചെയ്യും.
അത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ പറഞ്ഞു കൊടുത്ത് അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരു അത്ഭുതകരമായ കാര്യം. കാരണം ഇത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആൾ, നമ്മൾക്ക് അതുപോലെ വേണ്ടപ്പെട്ട നമ്മുടെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, അവരൊക്കെ ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു ICU കിടക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു വല്ലാത്തൊരു വിഷമമാണ്. അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം. ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള, ചിലപ്പോൾ അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നാലോ, അവർ കുറച്ചുകൂടെ ജീവിച്ചിരുന്നാലോ ഒരു സന്തോഷമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇത് നല്ലതാണ്. അപ്പം പിന്നെ ഏറ്റുമാനൂരപ്പന് രാവിലെ കുളിച്ചീറനോടെ വെള്ളവസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറിയുന്നുണ്ട് പ്രദോഷ പൂജ നേരുന്നത് നല്ലതാണ്. ഇത് ശരിയായിട്ട് വന്നു കഴിയുമ്പോൾ പോയി പ്രദോഷ പൂജ ചെയ്യുക, അതും നല്ലതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പല അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചതേ ഉള്ളൂ. നിങ്ങൾ ആവശ്യമുള്ളത് ചെയ്യുക, നല്ലതാണ്. ഇത് ബെറ്റർ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ വേണം ചെയ്യാൻ കേട്ടോ. ആ ട്രീറ്റ്മെൻറ്റ് നല്ലതായിട്ട് കൊടുക്കണം, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതിനോടൊപ്പം വേണം ചെയ്യാൻ. അപ്പോൾ അത് വളരെ എല്ലാവർക്കും ഒരു ഗുണമുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയും പറയാൻ പോകുന്നത് പെട്ടെന്ന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരുപാട് പേർക്ക് ഒരു ആവർത്തിച്ച് ഫലമുണ്ടായ ഒരു കാര്യമാണ്. അതേപോലെ എല്ലാവരും മെസ്സേജ് ചെയ്യുന്നത് സാറേ എനിക്ക് ലോണാണ്, കടമാണ്. ഇതാ മുഴുവൻ മെസ്സേജ് കിടക്കുന്നത്. കടമാണ്. എല്ലാ മെസ്സേജ് എടുക്കുമ്പോഴും കടമാണ് എന്നായി കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞു തരുവാണ്. ഈ കടമെന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെ വരുന്നതാണ്. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പരിഹാരം പറഞ്ഞുതരാം. പിന്നെ നമ്മളിവിടെ പ്രയത്നിക്കണം. ഒന്ന് കടം വരുത്താതിരിക്കാൻ പ്രയത്നിക്കണം, ഒന്ന് കടം വീട്ടാൻ വേണ്ടി പ്രയത്നിക്കണം. മനസ്സിലായോ? പിന്നെ നല്ലൊരു വഴിപാടുകൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട വഴിപാടാണ്. അപ്പം ആ വഴിപാടുകൂടെ ചെയ്യുക, പിന്നെ നന്നായിട്ട് പ്രയത്നിക്കുക. മനസ്സിലായില്ലേ? ശനി, ഞായർ, തിങ്കൾ ഈ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ രാവിലെ ഒരു ചെറിയ കുപ്പി നെയ്യും കൂവളത്തിലെ അർച്ചനയും സമർപ്പിച്ച് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അവിടെ നിന്ന് കരയാനല്ല, മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് സാമ്പത്തികം പറഞ്ഞ് നടക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇനി 3 ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഞായർ, തിങ്കളെങ്കിലും ചെയ്യുക. ഇനി ഞായർ 2 ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സന്ധ്യാസമയത്ത്, ഇനി സന്ധ്യയ്ക്ക് പറ്റാത്തവർ രാത്രി ചെയ്താലും മതി. വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് ഇനിയിപ്പോൾ ഇത് സന്ധ്യയ്ക്ക് സമയമില്ലാത്തൊരു രാവിലെ പറ്റുന്നവർ രാവിലെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, ഫലം കിട്ടും. രാവിലെ ചെയ്താലും മതി. സന്ധ്യയ്ക്ക് പറ്റുവാണെങ്കിൽ സന്ധ്യയ്ക്ക് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ പറ്റുന്നവർ രാവിലെ ചെയ്യുക. സന്ധ്യയ്ക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ ഫലമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ ചെയ്താലും ഫലം കിട്ടും. സന്ധ്യയ്ക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തവർക്ക് ആ രീതി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ് ചെയ്ത അനുഭവങ്ങൾ, മാറ്റം ഉണ്ടായ കാര്യങ്ങളായി പറയുന്നത്. എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഇത്. ഞാൻ പറഞ്ഞു കൊടുത്ത് ജീവിതം മാറിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു തട്ടം എടുക്കുക, കൈയും കാലും മുഖം നനച്ചൊരു തട്ടത്തിൽ ഒരു കർപ്പൂരം വെച്ചിട്ട് വടക്കോട് തിരിഞ്ഞു നിന്ന് തിരുസുഴി ഗുഹ ഭവനെ ഈ മന്ത്രം 9 തവണ ജപിച്ച് ഭഗവാനെ മുരുക അങ്ങ് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. എനിക്ക് സാമ്പത്തികം നൽകണം, എന്നെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെ സന്ധ്യാസമയത്ത് ചെയ്ത ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികം ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആവർത്തിക്കുന്നുണ്ട് വീണ്ടും പറയുന്നത്. അപ്പം ഈ മന്ത്രം ഒന്നുകൂടെ ഞാനിവിടെ എഴുതി കാണിക്കുകയാണ്. ഇത് മിക്കവർക്കും അറിയാം. എങ്കിലും തിരുസുഴി സായ കേട്ടോ, തിരുസുഴി ഗുഹ ഭവനെ, തിരുസുഴി ഗുഹ ഭവനെ. കണ്ടല്ലോ മന്ത്രം, നിങ്ങൾ കാണാൻ വേണ്ടി ഒന്നുകൂടെ എഴുതി കാണിക്കുക. ഇത് നിങ്ങൾ ചെയ്താൽ നിത്യേന ചെയ്യണം. പിന്നെ സ്ത്രീകളൊക്കെ ശുദ്ധവൃത്തി ഇല്ലാത്ത സമയങ്ങളിൽ ചെയ്യണ്ട, ശുദ്ധവൃത്തി ഉള്ളപ്പോൾ ചെയ്താൽ മതി. നിത്യേന ചെയ്യുക. അങ്ങനെ ചെയ്തവർക്ക് സാമ്പത്തികം ഉണ്ടായ ഒരുപാട് അനുഭവമുണ്ട്. പിന്നെ നമ്മളിവിടെ പ്രയത്നിക്കുക. അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറാൻ ഒരു വിദ്യ പറഞ്ഞുതരാം. ഇത് പറയുന്നതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറ്റാൻ പറ്റുന്ന ഒരു വിദ്യയാണ്. ഒരുപാട് ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പറ്റുമ്പോഴൊക്കെ വെറുതെ ഇരിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ശിവ എന്ന് ജപിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ഒരു ദിവസം തന്നെ പലതവണ എന്ന് വെച്ചാൽ
ഒരു ജോലിക്കടയിലോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ശിവ ശിവ എന്ന് വാഗൊണ്ട് ജപിച്ചുകൊള്ളുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തും. ശിവ 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 ശിവ. മനസ്സിലായോ? ഇത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ജപിക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ജപിച്ചുകൊള്ളുക. ശിവ 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 ശിവ. ഈ ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇടണം. എന്നുവെച്ചാൽ ശിവ ശിവ എന്ന് ജപിച്ചിട്ട് ഒരല്പസമയം കഴിഞ്ഞ് ശിവ 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 ഞാൻ ജപിക്കുന്നില്ല. അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ജപിക്കണം. അതിൻ്റെ ഒരു രഹസ്യമാണ്. ശിവ 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 ശിവ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾ മാറാൻ ഉപകരിക്കും. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ചെയ്താൽ മാറുമെന്നൊന്നുമല്ല ഈ വീഡിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും. പല ദിവസങ്ങൾ വിശ്വാസത്തോടെ ആവർത്തിക്കുകയും നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് താൻ പാതി ഈശ്വരൻ പാതി എന്നാണല്ലോ. ദൈവാദിനം വരുന്നതനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയും കൂടെ നമ്മളോട് കൂടെ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ. കാരണം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് അതിന് ഈശ്വരന് നന്ദി പറയുന്നു. ഈശ്വരനും ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും എല്ലാം. ഒരുപാട് ആളുകൾ ഇതുപോലെ വീഡിയോയിൽ അല്ലാതെയൊക്കെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് നേടിയ ആളുകളുണ്ട്. സന്തോഷമായിട്ടിരിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാൻ ഈശ്വരന് നന്ദി പറയുന്നു. എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പം അതുപോലെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ശിവ 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 ശിവ. അത്ഭുതകരമായ കാര്യമാകട്ടെ. ശിവ 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 എങ്കിലർ തീവിണയാളർ. ശിവശിവ എന്ന് ജപിച്ചാൽ തീ എന്ന് വെച്ചാൽ പാപം, നമ്മുടെ മുൻജന്മ പാപങ്ങൾ തീരും. ശിവശിവ എങ്കിലർ തീവിണയാളർ. ശിവശിവ എന്നിട തീവിണയം മാറും. ശിവശിവ എന്ന് ജപിച്ചാൽ ഈ ജന്മത്തിലെ പാപങ്ങളും തീരും. ശിവശിവ എന്നിട തേവരുമാവർ. ശിവശിവ എന്ന് ജപിച്ചാൽ ആ ഈശ്വരൻ തന്നെ ആയിത്തീരുമെന്നുള്ളതാണ്. മാത്രമല്ല പാപങ്ങൾ ചെയ്യാൻ ഈ ജന്മത്തിൽ അവസരം ഉണ്ടാകത്തുമില്ല. ശിവശിവ എന്ന ശിവഗതി തന്നെ. ശിവഗതി എന്ന ആ ശിവന് ആ ഈശ്വരീയതയെ പ്രാപിക്കും എന്ന് തന്നെയാണ്. എത്ര പാപം ചെയ്തവരും ശിവശിവ എന്ന് ജപിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, ആ ഒരു ചിന്തയോട് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശിവശിവ 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 ശിവശിവ. ഈ വീഡിയോകളൊക്കെ കാണാൻ പറ്റുന്ന നിങ്ങളൊക്കെ പുണ്യം ചെയ്തവർ തന്നെയാണ്. അല്ലാത്തവർക്കൊന്നും ഇതൊന്നും കാണാൻ പറ്റത്തില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. പരമേശ്വരനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. പരമസത്യമാണ്. ഈ വീഡിയോകളൊക്കെ കാണുന്നവർ പുണ്യം ചെയ്തവർ തന്നെയാണ്. മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈശ്വരനെ കുറിച്ച് അറിയാം, ഇതുപോലെയുള്ള ഈശ്വരനിലേക്കുള്ള കാര്യങ്ങൾ അറിയാം, അത് നിങ്ങളുടെ പുണ്യം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒന്നും എൻ്റെ കഴിവല്ല, എൻ്റെ അറിവല്ല, എനിക്ക് അറിവില്ല, എനിക്കൊരറിവുമില്ല. ഞാനൊരു വട്ടപൂജ്യമാണ്, ശൂന്യതയാണ്. ഞാൻ ആ ശൂന്യതയെ ധ്യാനിക്കുന്ന ആളാണ്, പരമശിവത്തെ ധ്യാനിക്കുന്ന ആളാണ്. ഇതെല്ലാം ഭഗവാൻ തരുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല. ഞാനൊന്നുമല്ല. എല്ലാത്തിനും ഭഗവാന് നന്ദി പറയുന്നു. അമ്മ പാർവതി ദേവി പരമേശ്വരിക്ക് നന്ദി പറയുന്നു. ശിവഭഗവാന് നന്ദി പറയുന്നു. മഹാഗുരു അഗസ്ത്യർക്ക് നന്ദി പറയുന്നു. തിരുമൂലർക്ക് നന്ദി പറയുന്നു. ഈശ്വരന് നന്ദി പറയുന്നു. എല്ലാത്തിനും നന്ദി പറയുന്നു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം അത് ഈശ്വരീയമായ നിമിഷമാണ്. ഞാൻ ഈ അനുഭവിക്കുന്ന ഈ നിമിഷം നിങ്ങൾക്ക് ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്കൊരു ഈശ്വരീയമായൊരു അനുഭവം ഉണ്ടാകുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. ഈ നിമിഷം ഈശ്വരീയം തന്നെയാണ്. ഈശ്വരനിൽ നിന്ന് ഈശ്വരനിലേക്കുള്ള ആ ഈശ്വരൻ തരുന്ന അറിവുകളാണ്. ആ പരമമായ ഈശ്വരൻ തരുന്ന അറിവുകൾ ആ പുണ്യാത്മാക്കളായ നിങ്ങളിലേക്ക് ഉള്ള ഈശ്വരീയതയിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഈ നിമിഷം പുണ്യം തന്നെയാണ്. ഈശ്വരന് നന്ദി പറയുന്നു. ഇങ്ങനൊരു നിമിഷം എനിക്ക് ജീവിതത്തിന് തന്നതിന് നന്ദി പറയുന്നു. ഇതൊക്കെ നിങ്ങളോട് പറയാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. നിങ്ങളെപ്പോലുള്ള ഇത് കാണുന്ന പുണ്യാത്മാക്കളോടും നിങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹം ഉള്ളവരാണ്. നിങ്ങൾക്കും പ്രണാമം. ശിവോഹം. ശിവശിവ.